ഇതാണ് നമ്മുടെ ഗണപതി നാരകം. ഇത് വിളഞ്ഞാന്ന് തോന്നുന്നില്ലേ? അത് വിളഞ്ഞില്ല, ഇല്ല. കറക്റ്റ് കളറാകുമ്പോൾ ഇത് പഴുത്തിട്ട് ഒരു 2 ദിവസം തന്നെ നിൽക്കും. അത് കഴിഞ്ഞിട്ടേ താഴെ വീഴും. നമ്മൾ പൊഴിഞ്ഞു വീഴും. വെയിറ്റ് അത്രയുണ്ട്. ഇതിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഇടയ്ക്കൊരു കെട്ടുണ്ട്. ഓ, അത് ശരി. ഇതിന്റെ ഇടയ്ക്കും കെട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്കും കെട്ടുണ്ട്. കണ്ടോ? ഇതിന്റെ ഇടയ്ക്കും കെട്ടുണ്ട്. പക്ഷെ ഇത് വളർന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്കത്തെ കെട്ട് മാറി. ഓ, അത് വിളഞ്ഞു. അത് വിളഞ്ഞു. അതായത് ഇടഭാഗം അങ്ങോട്ട് ഉള്ളിലേക്ക് ഇരിക്കുന്നത് നികന്ന് വരുമ്പോഴാണ് വിളഞ്ഞു. അത് മാത്രമല്ല പിന്നെ കളർ മാറും. ഇത് മാറുന്ന വരെ ഞാൻ നിന്നോളും. പിന്നെ അത്യാവശ്യം ആരെങ്കിലും ഒക്കെ പറഞ്ഞു ഇതൊക്കെ നല്ല രീതിയിൽ കായ്ക്കുന്ന കമ്പുകളാണ്. അത്യാവശ്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു കൊടുക്കും. അവരുടെ ആവശ്യത്തിന് നമ്മൾ ആരെയും നിരാശപ്പെടുത്തത്തില്ല. ഇതാണ് ഗണപതി നാരകം. ഇത് ആയുർവേദത്തിലും നമ്മുടെ പിന്നെ പൂജകൾക്കും പിന്നെ അച്ചാറുടെ അത്രയും ബെറ്റർ സാധനമില്ല. നമ്മൾ വടുകപ്പുളിച്ചുമാരല്ല. ഇതിന്റെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് ഇതാണ്ട് സാറേ, കണ്ടോ? ഇതിന്റെ യഥാർത്ഥത്തിൽ വലിപ്പമേറിയത് ഇവിടെ നിൽപ്പുണ്ട്.